കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും 20 ടൊയോട്ട ഗ്ലാൻസ കാറുകൾ, 28 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ, 28 ഗോദ്രേജ് എയർ കണ്ടീഷണറുകൾ, 28 ഗൃഹോപകരണ കോംബോ പാക്കുകൾ, കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും, ബമ്പർ സമ്മാനം 25 ലക്ഷം രൂപയുടെ സ്വർണം. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും. കല്യാൺ സിൽക്സ്. PSC അഴിമതിക്കാരെ ജയിലിലടയ്ക്കുക, കേസിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവമോർച്ച തൃശൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കലക്ടറേറ്റ് കവാടത്തിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുകയും തുടർന്ന് ഇത് മറിച്ചിടുകയും ചെയ്തതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ജലപീരങ്കിയുടെ ശക്തിയേറിയ അടിയേറ്റ് 2 യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ BJP സംസ്ഥാന നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ കൊടിയ മർദ്ദനത്തിന് ഇരയായത് പണ്ടൊക്കെ മർദ്ദനം രാത്രി കൊണ്ടാണ്. ഇപ്പൊ വെള്ളം ചീറ്റ കാലൊടിഞ്ഞു ഒരു പെൺകുട്ടിയുടെ, ആ പെൺകുട്ടിയെ ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ പോലീസിന്റെ രൂക്ഷമായ വെള്ള കുതിപ്പിന് നമ്മള് പരിക്കുപറ്റിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ആർക്കും വരാനില്ലേ? മോർച്ചയാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നത്, മഹിളാ മോർച്ചയാണ്. വാസ്തവത്തിലുണ്ടല്ലോ ആ ജീവിയുടെ പേര് ഞാൻ പറയാം, കൊമോഡോ ഡ്രാഗൺ. ഈ കൊമോഡോ ഡ്രാഗന്റെ പ്രത്യേകത അറിയില്ലേ? അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാനാണ്, മാൻ. ഈ കൊമോഡോ ഡ്രാഗൺ വന്ന് മാനിനെ ഒരു കടി കടിക്കും, മാൻ ഓടി രക്ഷപ്പെടും. പക്ഷേ പതുങ്ങിയിരിക്കും കൊമോഡോ ഡ്രാഗൻ. എന്തിനാണെന്നറിയോ? അത് കൊടിയ വിഷമാണ്. കൊമോഡോ ഡ്രാഗന്റെ പല്ലു കൊണ്ടാൽ പിന്നെ ആ ജീവി രക്ഷപ്പെടില്ല, അത് പതുങ്ങിയിരിക്കും. ഇത് ഓടി രക്ഷപ്പെടും, അപ്പൊ അത് മെല്ലെ മെല്ലെ പുറകെ പോകും. അങ്ങനെ കുറച്ചു കഴിയുമ്പോ ഒരുപക്ഷെ ധർണയ്ക്ക് ശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ റോഡ് ഉപരോധത്തിലേക്ക് കടന്നതോടെ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഉപരോധത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു.